Good morning, all. Good morning. Good morning, miss. Good morning, ma'am. Good morning, ma'am. Vacation ആയതിന് കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട് ക്ലാസ്സിലേക്ക്. ഇതാ. Okay. നോക്കിയോ കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? Yes, ma'am. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാമല്ലോ, ബാക്കി എടുക്കാം. മിസ് ഹോസ്പിറ്റൽ ഫോർമുലറി 2 പോയിന്റ് അല്ലേ പറഞ്ഞത്? 2 പോയിന്റ്സ് പറഞ്ഞു അല്ലേ? ബാക്കി എടുക്കാം കേട്ടോ. ഒന്നുകൂടെ പറയണം. No hospital formulary, no hospital pharmacy can perhaps stock every medication that its concerned doctor may want to prescribe for their patients who are hospitalized. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക് അല്ലെ? എന്താണ് അവിടുത്തെ ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും നിർദ്ദേശിക്കുന്ന പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കോ? കിട്ടാറുണ്ടോ? നമുക്ക് കിട്ടാറുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന്? ഇല്ല അല്ലെ? അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്കും അവിടുത്തെ ഡോക്ടേഴ്സ്, എല്ലാ ഡോക്ടേഴ്സും നിർദ്ദേശിക്കുന്ന പ്രിസ്ക്രൈബ് കൊടുക്കുന്ന എല്ലാ മെഡിസിനുകളും സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമത് വരുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ദി മെഡിക്കേഷൻ ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫാർമസി സ്റ്റോക്സ് along with information about each medication. ആ ഒരു എന്താണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ഉള്ള എല്ലാ മെഡിസിനുകളെ കുറിച്ചും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് അല്ലെ? അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? along with the information about each medications. എന്താണ് ഓരോ മരുന്നുകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കും. മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോ എന്തായിരിക്കും? ആ മരുന്ന് ഏത് ഡിസീസിനല്ല അല്ലെങ്കിൽ ഏത് സിംറ്റംസിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അത് ഉപയോഗിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെ? ആണോ? അത് എത്ര ഡോസ് വരെയും ഉപയോഗിക്കാം അല്ലെ? എത്ര ഡോസ് വരെ അതൊരു പേഷ്യന്റിന് ഒരു സമയത്ത് ഉപയോഗിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് അടങ്ങുന്ന ഹോസ്പിറ്റൽ ഫാർമസിയിലെ സ്റ്റോക്ക് ഉള്ള എല്ലാ മെഡിസിനുകളെ കുറിച്ചും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെയായോ ആ ഒരു പോയിന്റ്? നെക്സ്റ്റ്, the committee that collects information about the hospital formulary needs regularly to make changes necessary. എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു എന്താണ് പുതിയ മരുന്നുകൾ ആഡ് ചെയ്യാം, പഴയ മരുന്നുകളെ ഡിലീഷൻ ചെയ്യുക അല്ലെ? റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലെ? ആണോ? അപ്പൊ പിന്നെ എന്താണ് നമുക്കറിയാം മെഡിക്കൽ മേഖല, ആരോഗ്യ മേഖലകളില് റിസർച്ചുകളൊക്കെ നടത്തുന്നുണ്ട് അല്ലെ? ഒരുപാട് ഗവേഷണങ്ങളില്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളില് കൂടുതൽ എഫക്റ്റീവായ മരുന്നുകൾ കണ്ടുപിടിക്കാലോ. കൂടുതൽ എഫക്റ്റീവായ മരുന്നുകൾ കണ്ടുപിടിക്കാം. അതല്ലെങ്കിലാണ് ഉള്ള മരുന്നുകളിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം അല്ലെ? നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകളിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? പുതിയ മരുന്നുകൾ ആഡ് ചെയ്യുകയും ചെയ്യും, പഴയ മരുന്നുകൾ റിമൂവ് ചെയ്യുകയും ചെയ്യുമല്ലോ. പഴയ മരുന്നുകൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ? അപ്പൊ അതൊക്കെ ഈ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ടേ?
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ടേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രഗ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കമ്മിറ്റി എന്ത് കൂടാറുണ്ട്? എന്താ മീറ്റിങ്ങുകള്, റെഗുലർ ആയിട്ട് മീറ്റ്സുകൾ കൂടാറുണ്ട്. അത് ക്ലിയർ ആയോ? ഓക്കെയാണോ? 2 പോയിന്റും. Next, doctors use the formulary to find out which medication the hospital has available to treat a given symptoms or condition. ഞാൻ പറഞ്ഞു, കന്യൂസ് മിസ് പറഞ്ഞു, നമ്മളിപ്പോ ഹോസ്പിറ്റലില് എങ്ങനെയാണ് മരുന്നുകൾ നമുക്ക് തരുന്നത്? ഈ പ്രിസ്ക്രിപ്ഷൻ ആണ് അല്ലെ? ഓൺലൈൻ വഴി അല്ലെ, സിസ്റ്റം വഴി അവർ ഫാർമസിയിലേക്ക് അയച്ചു കൊടുക്കും അല്ലെ. അത് കൂടാതെ നമ്മുടെ ഡോക്ടറുടെ സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കും? ഫോർമുലറി, ഡ്രഗിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാലോ ഹോസ്പിറ്റൽ ഫാർമസിയില് ഈ വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ രോഗം അനുസരിച്ച് ഏത് മെഡിസിൻ ആണ് സ്റ്റോക്ക് ഉള്ളതെന്ന് അവർക്കറിയാൻ സാധിക്കുമല്ലോ. അപ്പൊ അത് നോക്കിയേ, അതിൽ അതാ പറഞ്ഞിരിക്കുന്ന ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി. ഡോക്ടർമാര് ഈ ഫോർമുലറി, ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിച്ചാണ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻ ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് എ ഗിവൺ സിംപ്റ്റംസ് ഓർ കണ്ടീഷൻ. അല്ലെ, ആ ഒരു സിംപ്റ്റംസിന് അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന്, ആ ഒരു കണ്ടീഷന് ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഏത് മെഡിസിൻ ആണ് സ്റ്റോക്ക് ഉള്ളതെന്ന് അവർക്ക് മനസ്സിലാക്കാനായി സാധിക്കും, കണ്ടുപിടിക്കാനായി സാധിക്കുന്നു. They also check it to ensure that they do not prescribe a medication that can cause perilous interaction with other medications. നമ്മൾ ചില മരുന്നുകൾ വേറെ മരുന്നുകളുടെ ഒപ്പം ഉപയോഗിക്കുമ്പോൾ, ഒന്നിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനോ? മിസ് കന്യൂസം മറ്റേ തൈരും ഇറച്ചിയും അങ്ങനെയുള്ളത് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ. മുട്ടയും തൈരും ഒരുമിച്ച് വിരുദ്ധാഹാരമാണെന്ന് പറഞ്ഞു അല്ലെ. ആ സൈഡ് എഫക്റ്റ് വരും അല്ലെ, അലർജി. അതേപോലെ എന്താണ്, ചിലപ്പോ 2 മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിച്ചാൽ ആ പേഷ്യൻസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് ഈ ഫോർമുലറി ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെയാണോ? ബാക്കി എല്ലാവർക്കും ഓക്കെയാണോ? രണ്ട് മരുന്നുകൾ തമ്മിൽ ഒരുമിച്ച് ഒന്നുകൂടെ പറയണം. ഫസ്റ്റത്തെ പോയിന്റ് ഓക്കെയാണോ? ഫസ്റ്റത്തെ സെന്റൻസ്, ഡോക്ടർമാര് ഈ ഫോർമുലറി ഉപയോഗിച്ച് കാണട്ടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ രോഗി പറയുന്ന സിംറ്റംസിന് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷന് ഹോസ്പിറ്റലിലെ ഏത് മരുന്നാണ് പെരിലസ് എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുണ്ടാക്കുക, അപകടകരമായ, ഡേഞ്ചറസ് എന്ന് പറയും. അപ്പൊ എന്താണ്, ഫാർമസിയില് ഏത് മരുന്നാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ they also check to ensure that they do not prescribe a medication that can cause perilous interaction with other medicine. അപ്പൊ അവർ എഴുതി കൊടുത്ത മെഡിസിനുകളില് ഇങ്ങനെ ഇന്ററാക്ഷൻ അല്ലെ, പെരിലസ് ഇന്ററാക്ഷൻ, അതായത് 2 മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ എഴുതിയിട്ടില്ല എന്നും അവർക്ക് ഉറപ്പാക്കാനായും ഈ ഫോർമുലറി അവരെ സഹായിക്കുന്നു. ക്ലിയർ ആണോ? മിസ് പറഞ്ഞു, ഫോർമുലറിയിൽ മിസ് പറഞ്ഞു അല്ലെ, അഡ്വേഴ്സ് റിയാക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. അഡ്വേഴ്സ് റിയാക്ഷൻ ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ, എത്ര ഡോസ് വരെ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അവർക്ക് എന്താണ്, ഈ മരുന്ന് വേറെ ഏതെങ്കിലും മരുന്നുകളുടെ കൂടി ഉപയോഗിച്ചാല് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അല്ലെ, അല്ലെങ്കിൽ അവർ എഴുതി കൊടുത്ത മരുന്നുകള് വേറെ ഏതെങ്കിലും മരുന്നുകളുടെ കൂടെ ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ അവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ?
മറ്റു മരുന്നുകളുമായി ഒന്നിച്ചുപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന മരുന്നുകൾ ആദ്യ ഡോക്ടേഴ്സ് എഴുതി കൊടുത്തിട്ടില്ല, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നും അവരുടെ ഈ ഫോർമുല ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, the committee select medication based on their effectiveness, their cost and the need for them at each particular hospital. എന്താണ് ആ ഒരു കമ്മിറ്റി, ആ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ മരുന്നിന്റെ എഫക്റ്റീവ്നെസ് അല്ലെ. ഇപ്പൊ നമ്മൾ മരുന്ന് ഒരു അസുഖത്തിന് വെറുതെ മരുന്ന് കഴിച്ചാൽ മാത്രം മതിയോ? പോരാ അല്ലെ. നമ്മുടെ അസുഖം മാറണല്ലേ. നമുക്ക് എന്തിനു വേണ്ടിയാണോ ഒരു മെഡിസിൻ കഴിച്ചത് ആ അസുഖം മാറണ്ടേ? അപ്പൊ എന്താണ് ആ ഒരു മരുന്നിന്റെ എഫക്റ്റീവ്നെസ് നോക്കുന്നുണ്ട് അല്ലെ. ഫലപ്രാപ്തി, ആ ഒരു മരുന്ന് കഴിച്ചാൽ അസുഖം വേഗമാകുമോ? കൂടാതെ എന്താണ് their cost, അതിന്റെ വില നോക്കുന്നുണ്ട്. and the need for them at each particular hospital, ആ ഒരു മരുന്ന് കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുണ്ട്, അവിടെ നീഡാണോ എന്ന കാര്യം കൂടി നോക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പീഡിയാട്രീഷ്യൻ സെക്ഷൻ ഇല്ല, പീഡിയാട്രിക് ഡോക്ടർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലില് പീഡിയാട്രിക് മരുന്നുകൾ വാങ്ങിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പീഡിയാട്രിക് മെഡിസിൻ ഡോക്ടർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലില് കാര്യമില്ല അല്ലെ. അത് വെറുതെ അവിടെ ഇരുന്ന് എക്സ്പയറി ആയി പോവുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു മരുന്ന് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുണ്ടോ, നീഡാണോ എന്ന കാര്യം കൂടി നോക്കിയിട്ടാണ് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകളുടെ ഇൻജെന്റിങ്. ഇൻജെന്റിങ് എന്ന് പറഞ്ഞാല് ഒരു മെഡിക്കൽ സ്റ്റോറില് നമുക്ക് വിതരണത്തിനും അല്ലെങ്കിൽ നമുക്ക് വാങ്ങുന്നതിനുമുള്ള ഒരു ഔദ്യോഗിക ഓർഡർ ഉണ്ടാവുമല്ലോ, ഒരു റിക്വസിഷൻ ഉണ്ടാവുമല്ലോ, പർച്ചേസിംഗ് ഓർഡർ അല്ലേ. ഒരു മെഡിക്കൽ സ്റ്റോറില് എന്താണ്, ഒരു മെഡിക്കൽ സ്റ്റോറിൽ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, എന്താണ് വരുന്ന പേഷ്യൻസിന് വിതരണം ചെയ്യുന്നതിനും പിന്നെ നമുക്ക് മരുന്നുകൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവർ ഓർഡർ ചെയ്യില്ലേ, പർച്ചേസിംഗ് ഓർഡർ. അപ്പൊ അങ്ങനെയുള്ള ഒരു റിക്വസിഷനെയാണ് എന്ത് പറയുന്നത്, ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. മരുന്നുകളുടെ വിതരണത്തിനും അത് ഓർഡർ ചെയ്യുന്നതിനുമുള്ള ഒരു റിക്വസിഷൻ. അപ്പൊ അതിലെന്തൊക്കെയാണെന്ന് നോക്കിയേ. The hospital must have a clear hospital formulary that may contain 250 to 300 drugs. അത് അടയാളപ്പെടുത്താം കേട്ടോ, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടയാളപ്പെടുത്താം. ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയില് എന്താണ് 250 മുതൽ 300 വരെയുള്ള ഡ്രഗ്സുകളുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? The hospital must have a clear hospital formulary. ഒരു ഹോസ്പിറ്റലില് എന്താണ് വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കും. അതില് 250 മുതൽ 300 വരെയുള്ള മെഡിസിനുകൾ ഡ്രഗ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. എന്താണ് ഡ്രഗിന്റെ ഇന്റന്റ്? നമ്മുടെ മൈൻഡില് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം അല്ലെ, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. നമ്മൊരു ഫാർമസിയിൽ ചെല്ലുമ്പോൾ അവര് നമ്മുടെ മെഡിസിനിന്റെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കിയിട്ട് അവര് ഒന്ന് ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ, നോക്കുന്നത്? അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ഓർഡറിന്റെ ആ ഒരു ഇത്ര മെഡിസിനുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അവർക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാവും അല്ലെ, അവരുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവരപ്പൊ തന്നെ സിസ്റ്റത്തിൽ നോക്കുന്നത് കണ്ടിട്ടില്ലേ, സിസ്റ്റത്തിൽ അടിച്ചു നോക്കൂ അല്ലേ. കണ്ടിട്ടില്ലേ? വേറെ ആരും കണ്ടിട്ടില്ല സിസ്റ്റത്തിൽ അടിച്ചു നോക്കുന്നത്? ചെക്ക് ചെയ്ത് നോക്കൂ അല്ലേ.
ആ മരുന്ന്, ആ ഒരു പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ടോ അല്ലെ? ചിലർക്ക് ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളോട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ജൂനിയർ ഫാർമസിസ്റ്റുകള് ഈ മരുന്ന് എവിടെയാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അവര് കറക്റ്റ് ഷെൽഫ് നമ്പർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? കറക്റ്റ് ഷെൽഫ് നമ്പർ, ഇന്ന് ഷെൽഫ്. അപ്പൊ അതൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ആണ്. അവര് ഓരോ മരുന്നുകൾ അവരുടെ അവരുടെ മൈൻഡിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടാണ് അല്ലെ? ക്ലിയർ ആണത്? ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. എന്താണ് ആ ഒരു ഡ്രഗിന്റെ ആ ഒരു അളവ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അളവ് എന്ത് ചെയ്യാൻ നമ്മുടെ മൈൻഡിൽ സൂക്ഷിക്കുക. കട്ടാകുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? ഗ്രീഷ്മക്ക് മാത്രമാണോ? എല്ലാവർക്കും ഉണ്ട്? എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? ഇല്ല ഇല്ല. ഓക്കെ, നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ, നെറ്റ് ഇഷ്യൂ ആയിരിക്കും. റേഞ്ച് വല്ല കുറവുണ്ടോ? റേഞ്ച് കുറവുണ്ടെങ്കിൽ റേഞ്ചുള്ള ഭാഗത്തേക്ക് ഒന്ന് നീങ്ങിയിരുന്നേ. അതിന് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് റീജോയിൻ ചെയ്ത് നോക്കും കേട്ടോ. ലെഫ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് കേട്ടോ, ലാസ്റ്റ് മിസ് അത് പറഞ്ഞുതരാം. അതിക്ക് മുമ്പ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ, the economic order quantity, EOQ, is the number of units that a company should add to inventory with each order to minimize the total cost of inventory, such as holding cost, order cost, and shortage cost. അല്ലെ? ഇപ്പൊ നമുക്ക് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കുമ്പോ നമ്മുടെ അടുത്ത് പറയാറില്ലേ, ഒരു ഡസൺ എടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിൽ കുറവ് വരാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇപ്പൊ ഒരു 4 എണ്ണം എടുക്കേണ്ടോട്ട് നമ്മൾ 12 എണ്ണം എടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിന് കുറവ് വരും അല്ലെ? അപ്പൊ അതിലെന്താണ് നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ്, നമ്മൾ അത് സൂക്ഷിക്കുന്ന ചെലവ്, അത് ഓർഡർ ചെയ്യുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ അത് ഷോർട്ടേജ് വരുന്ന കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ലേ? സാധിക്കില്ലേ? അപ്പൊ അങ്ങനെ നമ്മ എന്താണ് എടുക്കുന്ന ഓർഡറിലും കൂടുതൽ കുറച്ച് യൂണിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാലോ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ അങ്ങനെ ആ ഒരു യൂണിറ്റിൽ, ആ ഒരു ഇൻവെന്ററിയിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന ആ യൂണിറ്റുകളെയാണ് എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൊരു ബിസിനസ് സ്ഥാപനത്തിൽ, അപ്പൊ ഇപ്പൊ ഒരു ഹോസ്പിറ്റലാണ്, ഒരു ഹോസ്പിറ്റലില് ഒരു എന്താണ് മെഡിസിന് വേണം, അവർക്ക് 200 എണ്ണം ആവശ്യമുള്ളൂ. പക്ഷെ അവരെന്താണ് ഒരു 300 എണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് ഈ 200 എണ്ണം ഓർഡർ ചെയ്യുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് അല്ലെ, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന കോസ്റ്റിന് അവർക്ക് 300 എണ്ണം കിട്ടില്ലേ? ആണോ? അല്ലേ? അവര് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും, കുറച്ചും കൂടി കൂടുതൽ. അപ്പൊ അവർ ആ ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലേ? ചെലവ് അവർക്ക് കുറയ്ക്കാം അല്ലെ? അപ്പൊ നമുക്ക് 200 എണ്ണം വേണ്ടോട്ട് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ എത്ര യൂണിറ്റും കൂടി അതിൽ ആഡ് ചെയ്ത്, 100 യൂണിറ്റും കൂടി ആഡ് ചെയ്ത് അല്ലെ? 100 എണ്ണം കൂടി അതിൽ ആഡ് ചെയ്തു അല്ലെ? അപ്പൊ ആ ഒരു എക്സ്ട്രാ ചേർക്കുന്ന ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെന്ററിയിൽ ചേർക്കുന്ന ആ ഒരു യൂണിറ്റിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ മിസ് ഒരു എക്സാമ്പിൾ, ക്ലിയർ ആയില്ല മിസ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മ ഓൺലൈനില് എന്തെങ്കിലും ഓർഡർ ചെയ്യുമല്ലോ. ഇപ്പൊ ഹെഡ്സെറ്റ് ഓർഡർ ചെയ്യാണ്. ഹെഡ്സെറ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിനൊരു 550 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. അപ്പൊ അതിന്റെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് 60 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അപ്പൊ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ 2 3 എണ്ണം ഒരുമിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ഷിപ്പിംഗ് ചാർജിന് നമുക്ക് കിട്ടും. ആ ഒരു ഷിപ്പിംഗ് ചാർജിന് കിട്ടും. 3 എണ്ണം വരെ നമുക്ക് ഒരു ഷിപ്പിംഗ് ചാർജിന് കിട്ടും. കിട്ടില്ല? കിട്ടും. ആ ഒരു ഷിപ്പിംഗ് ചാർജിന് 60 രൂപ ഷിപ്പിംഗ് ചാർജ് ആണെങ്കിൽ ആ ഒരു ഷിപ്പിംഗ് ചാർജിന് നമുക്ക് 3 ഹെഡ്സെറ്റ് കിട്ടി. നമുക്ക് അവിടെ എക്സ്പെൻസ് കുറവാണ് വരുന്നത്. അവിടെ എന്തെങ്കിലും ലാഭിക്കാൻ സാധിക്കുന്നുണ്ടോ? 180 രൂപ കൊടുക്കേണ്ടടുത്ത്
നമുക്ക് 60 രൂപക്ക് ആ ഒരു സാധനം നമുക്ക് കയ്യിൽ കിട്ടിയില്ലേ? 120 രൂപ അവിടെ നമുക്ക് ലാഭമാണ് അല്ലേ? അല്ലെങ്കിൽ 3 പേരും കൂടിയും സെപ്പറേറ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് 150 രൂപ വന്നു. അതേപോലെ അപ്പൊ ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ് അല്ലെ? 3 എണ്ണം എന്ന് പറയുമ്പോൾ മിനിമം ക്വാണ്ടിറ്റി ആണ് അല്ലെ? ഒരു ചെറിയ ക്വാണ്ടിറ്റി അല്ലേ വരുന്നുള്ളൂ. പക്ഷെ ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നില്ലല്ലോ, ലാഭമല്ലേ കിട്ടുന്നത്. അവരുടെ ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെ? ഒരു 100 എണ്ണം നോ പ്രോഫിറ്റ്. എന്തുകൊണ്ട് പ്രോഫിറ്റ് ഇല്ല? അവർക്കത് യൂസ് ചെയ്തൂടെ? ഓക്കെ, യൂസ് ചെയ്തൂടെ? അവരുടെ ഹോൾഡിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നുണ്ടോ? 100 എണ്ണം സൂക്ഷിക്കേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ എന്താണ് അവർക്ക് ഹോൾഡ് ചെയ്യുന്ന 100 എണ്ണം ഹോൾഡ് ചെയ്യുന്ന ആ കോസ്റ്റ് തന്നെയല്ലേ 200 എണ്ണം ഹോൾഡ് ചെയ്യാനും വരുന്നത്, സൂക്ഷിക്കാനും വരുന്നുള്ളൂ അല്ലേ? അവരാ ഒരു സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. അതേപോലെ അവർക്ക് ഓർഡർ ചെയ്യുന്ന കോസ്റ്റ് കുറവ് വരുന്നില്ലേ? ഓർഡറിംഗ് കോസ്റ്റ് കുറവ് വരുന്നുണ്ട് അല്ലേ? പിന്നെ എന്താണ് ഷോർട്ടേജ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ മിനിമം, ഇവിടെ എന്താണ് മാക്സിമം സാധനം ഇരിക്കുന്നുണ്ട് അല്ലെ? സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഷോർട്ടേജ് വരുന്നുണ്ടോ? ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ അവർക്ക് ഷോർട്ടേജ് വരുന്നുണ്ടോ? കുറവ് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അവർക്ക് ഷോർട്ടേജും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇൻവെന്ററിയിൽ നമ്മൾ ഇങ്ങനെ ചേർക്കുന്ന ആ യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്? EOQ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മിസ് അത് പറഞ്ഞുതരാം കേട്ടോ. EOQ ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് economic order quantity should be followed to thwart overstocking or theft. നമ്മൾ ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്ത് ഓവർസ്റ്റോക്കിംഗ് തടയാനും കളവ് തടയാനും സാധിക്കുന്നു അല്ലെ? നമുക്കറിയാം ഇൻവെന്ററിയിൽ എക്സ്ട്രാ ഇത്ര നമ്പേഴ്സ്, ഇത്ര യൂണിറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയാലോ. അപ്പൊ കളവ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? കളവ് മനസ്സിലാക്കാനും ഓവർ സ്റ്റോക്കിംഗ് വരാതെ അല്ലെ നമുക്ക് തടയാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്യുന്നത് എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് തടയാനും കളവ് തടയാനും സാധിക്കുന്നു. ഓക്കെ ആണോ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കോ? അയന, സിബില, പ്രീത, സഫിയ, ആൽവിൻ, അപർണ, ആഷ്ന. 5 പോയിന്റ്സ്. 5 പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. 3 ആണ് പറഞ്ഞത്. 3. അതായത് മിസ് എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്ന് പറഞ്ഞു, അത് മനസ്സിലായോ ആഷ്ന? എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി, ആ ഒരു എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഫോളോ ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകില്ലേ? അത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ? ഓവർ സ്റ്റോക്കിംഗ് തടയാൻ സാധിക്കില്ലേ? എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ 100 എണ്ണം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാലോ ഇത്ര സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് തടയാം. കൂടാതെ കളവ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകല്ലോ. തോട്ട് എന്ന് പറഞ്ഞാല് കളവ്, പിൽസറേജ്, കളവ് അല്ലേ? കളവ് നടന്നിട്ടുണ്ടെങ്കിൽ അത് തടയാനും അത് മനസ്സിലാക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത് എന്താ? ഒരു മെഡിസിനുകൾ അല്ലെങ്കിൽ ഡ്രഗ്സുകളുടെ ക്രിട്ടിക്കൽ ലെവൽ എന്ന് പറയുന്നത് എന്താ? തീർന്നു പോവുക അല്ലെ? സ്റ്റോക്ക് തീർന്നോ? സ്റ്റോക്ക് ഔട്ട് ആയി പോവുക അല്ലെ? സ്റ്റോക്ക് ഔട്ട് ആയി പോവുക. അപ്പൊ എന്താണ് ആ ഒരു ലാസ്റ്റ് ലെവൽ ആകുക അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോവുക അല്ലെ? അപ്പൊ നോക്കിയാൽ ആ ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കാലോ. ഒരു ഇൻറ്റന്റ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ
പർച്ചേസിംഗ് ഇന്റന്റ് അല്ലെ, പർച്ചേസിംഗ് റിക്വസിഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു ക്രിട്ടിക്കൽ ലെവല് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് അടുത്തത് ഓർഡർ പ്ലേസ് ചെയ്യാനായി സാധിക്കുന്നു, ഇഷ്യൂ ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് ഡ്രഗ് ഇമ്പോർട്ടൻറ്റ് ample lead time to be given. നമ്മൾ എന്തെങ്കിലും മരുന്നുകളെ നമുക്ക് ഫോറിൻ കൺട്രീസിൽ നിന്നോ അതല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നോ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള സമയം അനുവദിച്ചു കൊടുക്കണം അല്ലെ. ഇപ്പൊ നമുക്ക് എവിടെന്നെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് അത് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഫ്ലൈറ്റിലാണെങ്കിലോ, ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നതാണെങ്കിൽ അല്ലെ 4 മണിക്കൂർ പിടിക്കും അവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അല്ലെ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സമയം അനുവദിച്ചു കൊടുക്കണ്ടേ? അപ്പൊ എന്താണ് ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് അല്ലെ, നമുക്ക് എന്തെങ്കിലും മരുന്നുകള് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പുറത്തു നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സമയം അനുവദിച്ചു കൊടുക്കുക. റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ് അല്ലെ, എന്താണ് നമ്മൾ ഡ്രഗ്സുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ റെസിപ്റ്റ് കൊടുക്കാറില്ലേ? നമുക്ക് തരാറുണ്ട് അല്ലെ, പണം അടച്ചതിന്റെ അല്ലെ. അപ്പൊ റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സുകൾ ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, weighed, batch number, quantity, date of expiry അല്ലെ. നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ റിസീവ് ചെയ്യുമല്ലോ, പർച്ചേസ് ചെയ്ത ഓർഡർ റിസീവ് ചെയ്യുമല്ലോ. ആ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെന്ത് ചെയ്യാ? ചെക്ക് ചെയ്യണം അല്ലെ. അതിന് വെയ്ഡ് അല്ലെ, ഓരോ മരുന്നുകൾക്കും ഇത്ര വെയിറ്റ് എന്നൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ കാർട്ടൺ ബോക്സും ഒക്കെ? എന്തൊരു സാധനം മേടിച്ചാലും അല്ലെ കാർട്ടൺ ബോക്സും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇത്ര വെയിറ്റ്, ഇത്ര യൂണിറ്റ് അതിലുണ്ടാകുന്നത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും? അപ്പൊ അതിന്റെ വെയിറ്റ് പരിശോധിക്കുക, വെയ്ഡ് പരിശോധിക്കുക. ഓരോ മെഡിസിനുകൾ എന്തുണ്ട്? ബാച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ല, ആ ബാച്ച് നമ്പർ സെയിം ആണോ എന്ന് പരിശോധിക്കുക. കൂടാതെ നമ്മൾ ഓർഡർ കൊടുത്ത അത്രയും ക്വാണ്ടിറ്റി അല്ലെ, അത്രയും നമ്പേഴ്സിൽ മെഡിസിനുകൾ കിട്ടിയിട്ടുണ്ടോ, മെഡിസിന്റെ എക്സ്പയറി ഡേറ്റ് അല്ലെ തീരാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡേറ്റ് തീർന്ന മെഡിസിനുകളാണോ കൊണ്ടുവന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് random samples of each batch sample has to be sent to lab for quality testing. നമ്മ ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സാമ്പിളിൽ നിന്ന് റാൻഡം ആയിട്ടുള്ള മുകളിൽ നിന്നൊക്കെ എടുക്കാതെ ഇടയിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ നോക്കാറില്ലേ? നമുക്ക് കാർഡൊക്കെ കളിക്കുമ്പോ റാൻഡം അങ്ങനെ ചെയ്യാറില്ലേ? ഷഫിൾ ചെയ്യൂല്ലേ? ആണോ? ഷഫിളൊക്കെ ചെയ്തിട്ടില്ല. അതേപോലെ എന്താണ് നമുക്ക് ആ ഒരു മെഡിസിന്റെ നമ്മൾ പറഞ്ഞു അല്ലെ, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കിയതിനു ശേഷമല്ലേ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ, മെഡിസിനുകള്. അപ്പൊ എന്ത് ചെയ്യണം? ചിലപ്പോ നമ്മ മുകളിൽ നിന്ന് തന്നെയാണ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ അവര് കള്ളത്തരം കാട്ടിയാലോ, മുകളില് നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകൾ വെച്ചിട്ട് ഇടയില് അങ്ങനെ വെക്കാനോ? കൊണ്ടുവരുന്ന കാർട്ടൺ ബോക്സില സപ്ലയേഴ്സിന് കള്ളത്തരങ്ങൾ കാണിക്കാനോ? എന്താണ്? അപ്പൊ എന്ത് ചെയ്യണം? റാൻഡം ആയിട്ടുള്ള സാമ്പിൾ അല്ലെ, എന്താണ് ഇടയിൽ നിന്നൊക്കെ എടുത്ത് കാണിട്ട് ഒരു സാമ്പിൾ ഒക്കെ എടുത്ത് നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് അയക്കുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, in case of any doubt of substandard, drug should be used only after lab test. എന്താണ്? നമുക്ക് ആ ഒരു ലാബ് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെഡിസിനുകൾ കിട്ടിയ സമയത്ത് നമ്മൾ അതിന്റെ ഗുണനിലവാരത്തില് സബ്സ്റ്റാൻഡേർഡില് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അത് ലാബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാനായി പാടുള്ളൂ. ക്ലിയർ ആണോ? സബ്സ്റ്റാൻഡേർഡിൽ അല്ലെ നമുക്ക് ക്വാളിറ്റിയില് ഗുണനിലവാരത്തില് എന്തെങ്കിലും എന്താണ് സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു മെഡിസിന് ലാബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പേഷ്യൻസിന് കൊടുക്കാനും
പാടുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് മിസ് പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് മിസ് പറഞ്ഞതല്ലേ എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി ആദ്യം പറഞ്ഞതാണ് കേട്ടോ. EOQ ചോദിക്കാം കേട്ടോ. EOQ ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ദ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ എത്ര ഡ്രഗ്സുകൾ വരെ ഉൾക്കൊള്ളുന്നുണ്ട്, അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. നമ്മ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിച്ചപ്പോ പഠിച്ചു അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയിലെ റെക്കോർഡ്സുകൾ പരിശോധിക്കുക അല്ലെ, ചെക്ക് ചെയ്യുക. മറന്നുപോയോ? ഇല്ല. ഓക്കെ. അപ്പൊ നോക്കിയേ, റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയില് ഉള്ള റെക്കോർഡ്സുകളും രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. ആന്റിബയോട്ടിക്സുകൾ ഉണ്ട് അല്ലെ, അനർജസിക് ഉണ്ട് അല്ലെ, നമുക്ക് ഉപയോഗിക്കുന്ന പെയിൻ കില്ലേഴ്സ്, പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ട് അല്ലെ, സിറപ്പുകൾ ഉണ്ട്, ഇൻസുലിൻ ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സുകളുടെ സ്റ്റോക്ക് ലെഡ്ജർ, എത്ര മരുന്ന് എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ, ഓരോ മരുന്നുകളും എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന സ്റ്റോക്ക് ലെഡ്ജർ. ഇൻജന്റ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ നമ്മ പറഞ്ഞു. ഇൻജന്റ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു ഇൻജന്റ് നമ്മ പർച്ചേസ് റിക്വസിഷൻ കൊടുക്കണ്ടേ. നമുക്കൊരു സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് റിക്വസിഷൻ കൊടുക്കണം അല്ലെ. അതല്ലെങ്കിൽ പർച്ചേസിംഗ് ഓർഡർ കൊടുക്കണം അല്ലെ. അപ്പൊ ആ ഒരു ഇൻജന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർച്ചേസിംഗ് ഓർഡർ അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗ് റിക്വസിഷൻ, ആ ഒരു പർച്ചേസിംഗ് റിക്വസിഷനും അത് എന്താണ് കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസീറ്റ് വൗച്ചർ തരാറുണ്ടോ? പേയ്മെന്റ് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അല്ലെ, പേയ്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനത്തെ റെസീപ്റ്റ് വൗച്ചറും നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ് ഇൻസ്പെക്ഷൻ റെക്കോർഡുകള്. എന്താണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്? നമ്മ എന്താണ് ഹോസ്പിറ്റലില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന എല്ലാ മരുന്നുകളെ കുറിച്ചും എന്തെടുക്കുന്നുണ്ട്? ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് അല്ലെ. ക്വാളിറ്റിയെ കുറിച്ച്, സബ്സ്റ്റാൻഡേർഡിനെ കുറിച്ച് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകള്, അപ്പൊ ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാല് ഫാർമസിയിലെ കാര്യങ്ങള്, ഫാർമസിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ രേഖപ്പെടുത്തും അല്ലെ. റെക്കോർഡ്സുകള് ഇല്ലേ ഫാർമസിയില്. സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ലെഡ്ജറിൽ മാത്രം രേഖപ്പെടുത്താണോ ചെയ്യുന്നത്? ആണോ? സ്റ്റോക്ക് നമ്മൾ അല്ല അല്ലെ, നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ രേഖപ്പെടുത്തും അല്ലെ. പിന്നെ എന്താണ്? നമുക്ക് ഇൻജന്റ് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കണമെങ്കിൽ നമുക്കത് പർച്ചേസിംഗ് ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ പർച്ചേസിംഗ് റിക്വസിഷൻ ആയിട്ട് ആ ഒരു റെക്കോർഡ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ രേഖപ്പെടുത്തും അല്ലെ. അപ്പൊ എന്താണ്? ഫാർമസിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ രേഖപ്പെടുത്തും, റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നു അല്ലെ. അതിനെയാണ് ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത്. കൂടാതെ എന്താണ്? ബിൻ കാർഡ്സ്. ബിൻ കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കണ്ടോ? താഴെ ഒരു ബോക്സ് പോലെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? കണ്ടോ? അതാണ് ബിൻ കാർഡ്സ്. ബിൻ കാർഡ്സിൽ നോക്കിയേ, ബിൽ നമ്പർ. നമ്മ ഓരോ മരുന്നുകൾ, ഓരോ പർച്ചേസിംഗ് ഓർഡറുകളും അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോൾ അതിൽ നമ്പർ ഉണ്ടാവും അല്ലെ. ബിൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇന്ന ബിൽ നമ്പർ അല്ലെ. അതേപോലെ എന്താണ്? മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ, അതിന്റെ കോഡ് നമ്പർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മാക്സിമം ക്വാണ്ടിറ്റി. മാക്സിമം നമുക്ക് എത്ര വരെയും ഓർഡർ കൊടുക്കാം. ഓർഡറിംഗ് ലെവല്, നമ്മുടെ ഓർഡറിംഗ് ലെവൽ എത്രാണ്? മിനിമം ക്വാണ്ടിറ്റി. അത് എങ്ങനെ പറയുന്നത്? ഇതൊക്കെ ഡേറ്റ്,
പിന്നെ ക്വാണ്ടിറ്റി റിസീവ്ഡ്, നമുക്ക് എത്ര ക്വാണ്ടിറ്റി നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, നമ്മ റിസീവ് ചെയ്ത ഫുൾ ക്വാണ്ടിറ്റി നമ്മ ഫാർമസിയിലേക്ക് വിൽക്കാൻ കൊടുക്കോ. ഇപ്പൊ മിസ് പാരസെറ്റാമോള് 1000 പാരസെറ്റാമോള് മിസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫാർമസിയിലേക്ക് വേണ്ടി. ആ 1000 പാരസെറ്റാമോളും മിസ് ഇഷ്യൂ ചെയ്യോ, ഫാർമസിയിൽ വിതരണത്തിന് ഇഷ്യൂ ചെയ്യോ? ഇല്ല. എന്ത് ചെയ്യും? കുറച്ച് ഞാൻ അവിടെ സ്റ്റോക്ക് ചെയ്യില്ലേ, കുറച്ച് ഞാൻ അവിടെ സ്റ്റോക്ക് ചെയ്യും, പകുതി കൊടുക്കുള്ളൂ, അതല്ലെങ്കിൽ എന്താണ് ഒരു 3/4 ഭാഗം കൊടുക്കുകയായിരിക്കും അല്ലെ. അപ്പൊ കുറച്ച് അവിടെ, അപ്പൊ എന്താണ്, കുറച്ച് ഹാൻഡിൽ നമ്മ സൂക്ഷിക്കും. അപ്പൊ എന്താണ്, ക്വാണ്ടിറ്റി ഇഷ്യൂഡ് നമ്മ ഫാർമസിയില് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി, വിതരണത്തിന് വേണ്ടി എത്ര എണ്ണം ഇഷ്യൂ ചെയ്ത്, ബാലൻസ് എത്രയുണ്ട് അല്ലെ. ഇപ്പൊ മിസ് വാങ്ങിച്ചിട്ട് 500 എണ്ണം അവർക്ക് കൊടുത്തെങ്കിൽ ബാലൻസ് എത്രയുണ്ട്, 500 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ അത് എഴുതാം. നെക്സ്റ്റ് എന്താണ്, റിമാർക്സ്, നമുക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും റിമാർക്സുകൾ ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പൊ ഈ പിൻ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ സാധിക്കോ? ഈ ബാലൻസിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആ മരുന്നുകളുടെ സ്റ്റോക്ക് പൊസിഷൻ അറിയാലോ, അറിഞ്ഞൂടെ അല്ലേ? ഇത്ര മരുന്നുകളുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബിൻ കാർഡ്സുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ മക്കളെ? അറിയാം. ഓക്കെ. നെക്സ്റ്റ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ അല്ലെ. നമുക്കറിയാം ഓരോ മരുന്നുകൾ അല്ലെ, നമ്മ വാങ്ങിക്കുന്ന മരുന്നുകൾ മാത്രമാണോ, സാധനങ്ങൾക്കുണ്ടല്ലേ ഇപ്പൊ എക്സ്പയറി ഡേറ്റ്, ഭക്ഷണ സാധനങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടല്ലേ എക്സ്പയറി ഡേറ്റ്. അപ്പൊ എന്താണ്, മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. അത് അറിയാലോ, ഇനി പറയണ്ടല്ലോ. ഓരോ മരുന്നുകൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ. ഓരോ മരുന്നുകൾക്കും 3 വർഷം വരെയാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. ഇപ്പൊ ഇന്ന പ്രൊഡക്റ്റ് ഇപ്പൊ 10/4/2025 പ്രൊഡക്ഷൻ ചെയ്ത ഒരു മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് എന്നായിരിക്കും, 10/4/2028 അതിന്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. 3 വർഷം വരെയാണ് ഒരു മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ്. കേട്ടോ? അതൊന്നും കുറച്ച് വരില്ല കേട്ടോ, മിസ്സർക്ക് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ എന്താണ്, 3 വർഷം എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ, ഒരു മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ. നെക്സ്റ്റ് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് അല്ലെ. നമുക്കറിയാം ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രതികൂലമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാലോ, അലർജീസ് വരാം അല്ലെ. ഇപ്പൊ പെയിൻ റിയാക്ഷൻസ് വരാം, പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുമ്പോൾ, ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെ, ചില ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് വരാം അല്ലെ. അപ്പൊ ഓരോ മരുന്നുകളും അത് കഴിച്ചാൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താണ് എന്ന് രേഖപ്പെടുത്തുന്നതുമായ ചൊറിച്ചിലുണ്ടാകാം, ചിലർക്ക് ഛർദി ഉണ്ടാകാം, ചിലർക്ക് ഭയങ്കര അസഹ്യമായ അബ്ഡമൻ പെയിൻ ഉണ്ടാവാം, പല രീതിയിലായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? ഇഞ്ചക്ഷൻ ഒക്കെ ചില സമയത്താണ് ടെസ്റ്റ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ അവരെ ചോദിച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യും നമുക്ക്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ് അല്ലെ. എന്താണ്, ഹോസ്പിറ്റൽ ഫാർമസിയിൽ മെഡിസിനുകൾ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് ഉണ്ടാവുമല്ലോ, അവര് മാനുഫാക്ചർ ചെയ്യാണോ എല്ലാ മരുന്നല്ല അല്ലെ, വാങ്ങിക്കുന്നത് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു സപ്ലയേഴ്സും അവര് എത്ര യൂണിറ്റ്സ് ഇവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ, ഓരോ മെഡിസിനുകളും എത്ര യൂണിറ്റ് അവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നും രേഖപ്പെടുത്തുന്ന ഫയലുകൾ, റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? അതൊക്കെ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ. നെക്സ്റ്റ് എന്താണ്, ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചർ അല്ലെ. എന്താണ്, നമുക്ക് പണം അയക്കാനുള്ള വൗച്ചർ ഉണ്ടാവുമല്ലോ, വൗച്ചർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ, നമുക്ക് പേയ്മെന്റ് നടത്തുന്നത്, പണം അയക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വൗച്ചർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഡെനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾ ആൻഡ് കൺസ്യൂമബിൾസ് അല്ലെ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതുമായ 7th പോയിന്റോ. ഓക്കെ,
ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ആരിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്? സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നല്ലേ? പലതരത്തിലുള്ള സപ്ലയേഴ്സ് ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഹോസ്പിറ്റലില് ഡോക്ടറെ കാണാൻ പോകുമ്പോ കണ്ടിട്ടില്ലേ? ഡോക്ടേഴ്സിനെ കാണാൻ വന്നിരിക്കുന്നത് അവര് ഒരു പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ അല്ലേ? റെപ്രസെന്റേറ്റീവ്സ് മറ്റേ മെഡിക്കൽ റബ്ബുകൾ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ അവരെന്തെയും അവരുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി കണ്ടൊക്കെയാണ് അല്ലെ ഫാർമസിയിലേക്കുള്ള മരുന്നുകൾ മേടിക്കുന്നത് സപ്ലയേഴ്സിൽ നിന്ന് അല്ലേ? അപ്പൊ ആ ഒരു സപ്ലയേഴ്സ് ഏത് സപ്ലയേഴ്സ് ആണോ, സപ്ലയേഴ്സിന്റെ പേരുണ്ടാവും. അവരിൽ നിന്ന് ഏത് മരുന്നാണോ വാങ്ങിച്ചത് അത് എത്ര യൂണിറ്റിൽ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന ഫയൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പണമയക്കുന്നതിനുള്ള വൗച്ചർ ഉണ്ടായിരിക്കും അല്ലെ? ലെഡ്ജർ എമൗണ്ട് പണമയക്കുന്നതിനുള്ള വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് നമ്മൾ കൺസ്യൂമബിൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതുമായ സാധനങ്ങൾ ചിലപ്പോ എന്താണ് നമ്മൾ എന്തെങ്കിലും മെഡിസിനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാർമസിയിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വിപണനം ചെയ്തതിനു ശേഷം എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരാലോ, പരാതികൾ വരാലോ, അതിന്റെ ക്വാളിറ്റിയുടെ. അപ്പൊ എന്ത് ചെയ്യണം? അത് അവര് രേഖപ്പെടുത്തി വെക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഏതെങ്കിലും ഒരു പ്രോഡക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും പരാതികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അവര് റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലേ? അപ്പൊ എന്താണ് ഡെനൻസിയേഷൻ റെക്കോർഡ്? അതായത് ദുരാരോപണം ചുമത്തപ്പെട്ട സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുന്ന റെക്കോർഡ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മ ഫാർമസിയില് മരുന്നുകൾ മാത്രമാണോ കാണുന്നത്? മരുന്നുകൾ മാത്രമാണോ കാണുന്നത്? ബേബി പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലെ, ലോഷൻസ് ഉണ്ട് അല്ലെ, ഷാംപൂസ് ഉണ്ട് അല്ലെ, എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ? സോപ്പുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാത്തതുമായിട്ട് എന്തെങ്കിലും എന്താണ് കംപ്ലൈന്റ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡെനൻസിയേഷൻ ലോഷൻസ് ഉണ്ട്, ഡെനൻസിയേഷൻ റെക്കോർഡ്. ക്ലിയർ ആയത്? നെക്സ്റ്റ് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. എന്താണ് ആ ഒരു ഫാർമസിയില് എന്താണ് ഇയർലി അവര് വാങ്ങിച്ചിരിക്കുന്ന അല്ലെ പർച്ചേസ് ചെയ്തിരിക്കുന്ന മരുന്നുകൾ ഉണ്ടാവുമല്ലോ, സ്റ്റോക്ക് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്, സ്റ്റോക്ക് നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. ഒരു വർഷത്തേക്ക് അവർ ഏതൊക്കെ മരുന്നുകള് ഏതൊക്കെ ഡ്രഗ്സുകള് അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങള് ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ റെക്കോർഡ്. എന്താണ് നമുക്കറിയാം ഇയർ എൻഡ് ആവുമ്പോ ഓഡിറ്റിംഗ് ഒക്കെ നടത്തല്ലേ, ഓഡിറ്റിംഗ് ഒക്കെ നടത്തല്ലേ. അപ്പൊ അവർക്ക് ഇതൊക്കെ കാണിക്കണ്ടേ? ഇയർലി അവര് സ്റ്റോക്ക് ചെയ്തത്, അവര് പർച്ചേസ് ചെയ്തത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. ഇയർലി അവര് സ്റ്റോക്ക് കൺഫർമേഷൻ സ്ഥിരീകരിച്ചിട്ടുള്ള സാധനങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫോർമുലറി. ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ, അത് നിർബന്ധമാണ് അല്ലെ, അത് ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടതായിരുന്നു അല്ലെ. ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ, ഹോസ്പിറ്റൽ ഫോർമുലറി. നെക്സ്റ്റ് പറയുന്നത് ആന്റിബയോട്ടിക് പോളിസി. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ആന്റിബയോട്ടിക്സുകൾ ഉണ്ടല്ലോ രോഗപ്രതിരോധത്തിന് അല്ലെ. അപ്പൊ ആ ബയോട്ടിക്സുകളെ കുറിച്ച് അത് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, നമ്മ രോഗപ്രതിരോധത്തിന് വേണ്ടി ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, അത് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ആന്റിബയോട്ടിക് പോളിസി. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അണുബാധയുണ്ട്, അപ്പൊ അതിന് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ അല്ലെ, രോഗപ്രതിരോധത്തിന് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ, അതൊക്കെ എന്താണ് ഈ ആന്റിബയോട്ടിക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.
വാക്സിനേഷൻ. വാക്സിനേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലില് പലതരത്തിലുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ, പലതരത്തിൽ ടൈപ്സ് ഓഫ് മരുന്നുകൾ അല്ലേ. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. ജനറൽ മെഡിസിൻ ഉണ്ട്. ഓക്കെ, ഇതിൽ പറയുന്നത് സോറി കേട്ടോ, ഇതിൽ പറയുന്നത് സ്റ്റോറേജ് ഡ്രഗ്സ് ആണ് കേട്ടോ, മരുന്നുകളുടെ സ്റ്റോറേജ്. നമ്മൾ മരുന്നുകൾ എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്? ജനറൽ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെന്താണ്, കോൾഡ് സ്റ്റോറേജ് ഉണ്ട് അല്ലെ, തണുപ്പിച്ച്. വാക്സിനേഷൻ ഒക്കെ എങ്ങനെയാണ്, കോൾഡ് സ്റ്റോറേജ് ഇല്ലേ, ഫ്രീസറിലൊക്കെയാണ് അല്ലെ സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ള കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നാർക്കോട്ടിക്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ, തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതായത് അതിലടങ്ങിയിരിക്കുന്ന ആ കണ്ടന്റിന്റെ ഇതിലെന്താണ്, ചിലപ്പോ സ്പാർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ തീപിടുത്തം ഉണ്ടാവും. അതുകൊണ്ടാണ് ആ മരുന്നുകളെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെ, പെയിൻ കില്ലേഴ്സ്, സെഡേഷൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെ, പെത്തഡിന്, ബാർബിറ്റുറേറ്റ്സ്. അപ്പൊ അങ്ങനെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ, സെഡേറ്റീവ്സ്, പെയിൻ കില്ലേഴ്സ്. ഓക്കെ, അപ്പൊ നോക്കാം. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, 4 തരത്തിലുള്ള സ്റ്റോറേജ് ആണ് വരുന്നത്. ഫസ്റ്റ് നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സ് എങ്ങനെയായിരിക്കണം, സെപ്പറേറ്റഡ് ലോക്കിൽ, ഡ്രോയേഴ്സിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ. അല്ലെങ്കിൽ ആ മരുന്നുകൾ എന്ത് പറ്റും, മോഷണം പോവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതിന് സെപ്പറേറ്റ് ഡ്രോയേഴ്സ് ഉണ്ടായിരിക്കും. അത് ചീഫ് ഫാർമസിസ്റ്റ് ഒക്കെ ആയിരിക്കും അത് സൂക്ഷിക്കുക, ഇതിന്റെ കീ ഒക്കെ സൂക്ഷിക്കുന്നത്. ചീഫ് ഫാർമ അത് നോക്കാനായിട്ട് സെപ്പറേറ്റ് ആളുകൾ തന്നെ ഉണ്ടായിരിക്കും. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ചില മൂവീസിലൊക്കെ കാണിക്കാറുണ്ട്, ഇത് ദുരുപയോഗം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഈ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ ഇല്ലേ. അപ്പൊ അത് അത്രയും സേഫ്റ്റിയില് സുരക്ഷിതത്വത്തോടു കൂടിയായിട്ടായിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്. അപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സുകള്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ അല്ലെ, നമ്മൾ തണുപ്പിച്ച് വാക്സിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ, കോൾഡ് സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, വാക്സിനുകൾ, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലെ, അതിന്റെ ഉള്ളിൽ ആ ഒരു മെഡിസിനുകളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റിന്റെ സഹായത്തോടെ എന്തുണ്ടാവും, തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ രക്തം കട്ട പിടിക്കുന്നതിന്, സ്ട്രോക്ക് ഒക്കെ വരുന്ന പേഷ്യൻസ് ഉപയോഗിക്കില്ലേ ആസ്പിരിൻ, കേട്ടിട്ടുണ്ടോ? ആസ്പിരിൻ, ആ മരുന്നൊക്കെ എന്താണ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകളാണ്. കേട്ടിട്ടില്ല? ഈ സ്ട്രോക്ക് വരുന്ന പേഷ്യൻസ്, പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ആസ്പിരിൻ. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മ ആവശ്യത്തിന് വെന്റിലേഷൻ, അറ്റാക്ക് ഉള്ളവർക്ക് വെന്റിലേഷൻ ഒക്കെ ഉള്ള സ്ഥലത്തായിരിക്കണം ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ അത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ള സാധനങ്ങളില്ലേ, ഗ്യാസ്, സ്പിരിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ ഒരു ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്ന ഏരിയയിൽ സൂക്ഷിക്കാൻ പാടില്ല. അപ്പൊ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. നെക്സ്റ്റ്, ജനറൽ ഡ്രഗ്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെന്റാസിഡ്, പാരസെറ്റാമോൾ അങ്ങനെയുള്ള ജനറൽ ഡ്രഗ്സുകൾ ഒക്കെയാണോ? മിസ്സിന്റെ അടുത്ത ഭാഗം ഒന്ന് നോക്കൂ. ആൽക്കഹോള് അങ്ങനെയുള്ള ഐറ്റംസ്, സ്പിരിറ്റ് അല്ലെ. കുറച്ച് പറഞ്ഞല്ലോ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിന് ആസ്പിരിൻ ഉണ്ട്, നപ്രോക്സിൻ. നമ്മൾ ഈ സന്ധിവാതത്തിനൊക്കെ ഉപയോഗിക്കില്ലേ, സന്ധിവാതത്തിനൊക്കെ ഉപയോഗിക്കുന്ന നപ്രോക്സിൻ എന്ന് പറഞ്ഞിട്ട് ആ മരുന്നൊക്കെ ഇൻഫ്ലമബിൾ ഡ്രഗ്സുകളാണ് കേട്ടോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ, ഇൻഫ്ലമേബിൾ ഡ്രഗ്സിന് എക്സാമ്പിൾ ഒന്നും ക്വസ്റ്റ്യൻ വരില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മിസ് പറഞ്ഞതാണ് കേട്ടോ. മിസ് എടുത്ത ഇന്നെടുത്ത ഭാഗം ഒന്ന് നോക്കിയേ. അഡീഷണൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് അവർ ആ ഒരു കോസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് യൂണിറ്റ്. ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവരും ലെഫ്റ്റ് ചെയ്തല്ലോ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. വായിക്കാൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പോയി. ഓക്കെ, ക്ലിയർ ആണോ എല്ലാം? ഓക്കെ ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി സെക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇനി മിസ്സിന്റെ ക്ലാസ് ട്യൂസ്ഡേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ, ഹാപ്പി വിഷു. ഓക്കെ, താങ്ക് യു ഓൾ.